നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിലെ കർഷകരെ ദുരിതത്തിലാക്കി തെങ്ങുകളിൽ വ്യാപക കീടബാധ. തെങ്ങുകൾ കൂടുതലായും കീടബാധയേറ്റ് നശിച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിൽ. വിഷയത്തിൽ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ പദയാത്ര നടത്തും. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 ദേശീയ തൊഴിലാളി ദിനത്തിൽ കട്ടപ്പന നഗരസഭയിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും. പാറക്കടവിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ അംഗീകാരം നൽകിയ കരട് ബില്ല് മലയോര മേഖലയ്ക്ക് ആശ്വാസമെന്ന് കേരള കർഷക സംഘം. ഡീൻ കുര്യാക്കോസ് MP കേന്ദ്ര വന നിയമം പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ. ഭൂനിയമ ചട്ടഭേദഗതിയിൽ വാദപ്രതിവാദങ്ങളുമായി ജില്ലയിലെ LDF, UDF നേതൃത്വങ്ങൾ. ചട്ടഭേദഗതിയുടെ ബില്ല് കത്തിച്ച് UDF ജില്ലയിലുടനീളം പ്രതിഷേധിച്ചു. ചട്ടഭേദഗതി യാഥാർത്ഥ്യമാക്കിയ സർക്കാരിനെ അഭിനന്ദിച്ച LDFന്റെ അഭിവാദ്യ സദസ്സുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിലെ കർഷകരെ ദുരിതത്തിലാക്കി തെങ്ങുകളിൽ വ്യാപക കീടബാധ. കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിലാണ് കൂടുതലായും തെങ്ങുകൾ കീടബാധയേറ്റ് നശിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം കുരുമുളക് കർഷകർ ദുരിതത്തിലായതിനു പിന്നാലെയാണ് തെങ്ങ് കർഷകരും പ്രതിസന്ധിയിലായിരിക്കുന്നത്. തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചതിനു പുറമെ കൂമ്പ് ചീയലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തെങ്ങ് കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിലും കൃഷിവകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. നമുക്കറിയാം, കാർഷിക മേഖലയുടെ ഉന്നതിക്ക് വേണ്ടി കൃഷിഭവനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും കേര സംഘടനകളോ ആരും ഇടപെടുന്നില്ല. തേങ്ങയ്ക്ക് വില വർദ്ധിച്ചു, വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു, പക്ഷേ ഹൈറേഞ്ചിലെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല. അടിയന്തരമായി ഇതിനൊരു സത്വര പരിഹാരം ഉണ്ടാകണം. നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. കൃഷിഭവനിലെ വെറുതെ വേസ്റ്റ് ആകുന്ന വിധത്തിലുള്ള സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ആ സ്ഥിതിക്ക് മാറ്റം വരുത്തണം. 20 വർഷം വരെ പ്രായമായതും അടുത്തിടെ നട്ടതും ഉൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗം ബാധിച്ചും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങുകൾ നശിക്കുന്ന കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കാറില്ലെന്നാണ് പരാതി. വിഷയത്തിൽ പരിഹാരം കാണാൻ അടിയന്തര നടപടി ഉണ്ടാകാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്ന് നാളികേര കൃഷിയും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ പദയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 ദേശീയ തൊഴിലാളി ദിനത്തിൽ കട്ടപ്പന നഗരസഭയിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും. പാറക്കടവിൽ നിന്നും രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പദയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വിലക്കയറ്റം തടയുക, ക്ഷേമനിധി, ക്ഷേമ പെൻഷൻ 6000 രൂപയായി വർദ്ധിപ്പിക്കുക, മിനിമം വേതനം 27,900 രൂപയായി ഉയർത്തുക, മണൽവാരൽ പുനരാരംഭിക്കുക, ചുമട്ട് തൊഴിലാളികളുടെ ജോലിയും കൂലിയും സംരക്ഷിക്കുക, ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന പാറക്കടവിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര BMS ജില്ലാ സമിതി അംഗം P. ഭുവനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും, മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷനുകളിലും പഞ്ചായത്ത് തല പദയാത്ര നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ സെപ്റ്റംബർ 17 വിശ്വകർമ്മേതി ദേശീയ തൊഴിലാളി ദിനം മുതൽ ഒക്ടോബർ 14 ടേങ്കടിജി സ്മൃതി ദിനം, BMS സ്ഥാപകൻ ദത്തോബാർ ടേങ്കടിജിയുടെ സ്മൃതി ദിനം വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് നമ്മുടെ ഇടുക്കി ജില്ലയിലും നാളെ ഈ പഞ്ചായത്ത് തല പദയാത്രകൾ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 9 വർഷക്കാലം പിന്നിടുമ്പോൾ വിലക്കയറ്റവും സമസ്ത മേഖലയിലും, സർവീസ് മേഖലയിലും സംഘടിത മേഖലകളിലും ഒക്കെ കടക്കണിയിലും വിലക്കയറ്റത്തിലും ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക രാജ്യങ്ങളിൽ തന്നെ നമ്മുടെ രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വരുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്താണ് കടക്കണിയിലും വിലക്കയറ്റത്തിലും ആഴ്ന്നു പോകുന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാം. BMS
പഞ്ചായത്ത് തല പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് 25ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പദയാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഒരു ജനകീയ പരിപാടിയായി, ജനസമ്പർക്ക പരിപാടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്രകൾ നടത്തുന്നത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷൻ വാർഡുകളിലും പദയാത്രകൾ നടത്തും. തുടർന്നും മേഖലാതലത്തിലും ജില്ലാതലത്തിലും പ്രചരണ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി മാർച്ചും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ BMS ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് SG മഹേഷ്, ജില്ലാ സമിതി അംഗം P ഭുവനേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ അംഗീകാരം നൽകിയ കരട് ബില്ല് മലയോര മേഖലയ്ക്ക് ആശ്വാസമെന്ന് കേരള കർഷക സംഘം. ഡീൻ കുര്യാക്കോസ് MP കേന്ദ്ര വന നിയമം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കേരള സർക്കാർ ഭേദഗതിയുടെ കരട് ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ മലയോര കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനാണ് പരിഹാരമായതെന്ന് കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു. അനിയന്ത്രിതമായി വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചാൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്രാനുമതി വേണം എന്നാണ് ഇപ്പോഴത്തെ വന്യജീവി സംരക്ഷണ നിയമം. ആ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി അംഗീകരിക്കപ്പെടുമ്പോൾ ക്ഷുദ്രജീവിയായി സംസ്ഥാന സർക്കാരിന് തന്നെ പ്രഖ്യാപിക്കാൻ അവസരം കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുന്നതിൻ്റെ മാംസം ഭക്ഷിക്കാം. അതിനൊന്നും നിയമം ഒരാളുടെ തടസ്സമില്ല. ചുരുക്കി പറഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി കേരള നിയമസഭ അംഗീകരിച്ച്, കേരള മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ല് അതിനി സഭയിൽ വയ്ക്കും. അത് അംഗീകരിക്കപ്പെട്ട് രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി അത് അംഗീകരിക്കപ്പെട്ട് നിയമമാകുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ മലയോര മേഖലയിലെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ്. ഈ ശാശ്വത പരിഹാരമാകുന്ന കേന്ദ്ര നിയമത്തെ, സംസ്ഥാന നിയമ ഭേദഗതിയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ച ഈ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്ന UDFന്റെയും MPയുടെയും നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമായതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഗവർണർ മുഖാന്തരം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കും. ഈ വിഷയത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ല് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പാസാക്കിയ ബില്ലിന് കേന്ദ്രാനുമതി വാങ്ങാൻ മുമ്പിൽ നിൽക്കേണ്ട ഇടുക്കി MP ബില്ലിനെതിരെ സംസാരിക്കുന്നത് രാഷ്ട്രീയ കോമാളിത്തമായി ഇടുക്കിയിലെ കർഷകർ വിലയിരുത്തുകയുള്ളൂ. ബില്ലിലെ വ്യവസ്ഥകളോട് MPക്കും UDFനും വിയോജിപ്പുണ്ടോ എന്ന് അവർ വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സ്വയരക്ഷയ്ക്ക് വെടിവെക്കുന്നതിനായി എപ്പോഴും കയ്യിൽ തോക്കുമായി നടക്കുന്നവരല്ല മലയോര കർഷകരെന്നെങ്കിലും MP മനസ്സിലാക്കണം. കേന്ദ്ര നിയമ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഒന്നും മിണ്ടാതെ വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ സമർത്ഥമായി ഇടപെടുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചത് മൂലമാണെന്നും നേതാക്കൾ വിമർശിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്, കട്ടപ്പന ഏരിയ സെക്രട്ടറി KN വിനീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് ഭൂനിയമ ഭേദഗതി ബില്ല് കത്തിച്ച UDF പ്രതിഷേധം. LDF ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. LDF ഇടുക്കിക്ക് മേൽ അടിച്ചേൽപ്പിച്ച ഭൂനിയമങ്ങൾ മറച്ചുപിടിക്കാനാണ് ക്രമവൽക്കരണം നടപ്പിലാക്കുന്നതെന്നാണ് UDFന്റെ ആരോപണം. പണപ്പിരിവാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഇത് അനുവദിക്കില്ലെന്നും UDF നേതാക്കൾ പറഞ്ഞു. പ്രതിഷേധം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭൂപതിവ് ഭേദഗതി നിയമവും അതിനോടനുബന്ധിച്ചുള്ള ചട്ടഭേദഗതിയും ഇടുക്കിയിലെ കൃഷിക്കാരെയും സാധാരണക്കാരെയും കൊള്ളയടിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവത്തക്ക നിലയിൽ ഉള്ളതാണ്. ഈ ഒരു കെട്ടിട നിർമ്മാണ നിരോധനം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മാത്രം സൃഷ്ടിയാണ്. ഈ കാര്യത്തിൽ കോടതികൾക്കോ മറ്റാളുകൾക്കോ യാതൊരുവിധ ഉത്തരവാദിത്വവും ബാധ്യതയും ഇല്ലാത്തതാണ്. 2019 ഓഗസ്റ്റ് 22 കൊണ്ടുവന്ന കെട്ടിട നിർമ്മാണ നിരോധനം എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്വം അത് LDF സർക്കാരിന് മാത്രമുള്ളതാണ്. അപ്പോൾ അവരാണ് ഈ തെറ്റ് ചെയ്തത്. സർക്കാർ ചെയ്ത തെറ്റിന് ജനങ്ങൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം? ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയും മറുപടി പറയേണ്ടതാണ്. നിങ്ങളാണ് ഈ കെട്ടിട നിർമ്മാണ നിരോധനം കൊണ്ടുവന്നത്. ഈ നിരോധനം കൊണ്ടുവന്ന ക്രമവൽക്കരണത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ ശിക്ഷിക്കാനും അവരുടെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്.
തുടർന്ന് പ്രവർത്തകർ ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് MJ കുര്യൻ അധ്യക്ഷനായിരുന്നു. MN ഗോപി, സേനാപതി വേണു, ബെന്നി തുണ്ടത്തിൽ, PS യൂനിസ്, ജോജി ഇടപ്പള്ളി കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് UDF ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനവും നടന്നു. ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭൂപതിവ് ചട്ട ഭേദഗതി ബില്ലിന്റെ കോപ്പികൾ കത്തിച്ചു. ഭൂനിയമ ചട്ട ഭേദഗതിയുടെ മറവിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കട്ടപ്പന നഗരസഭയിലെ 6, 7 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നത്തുകല്ലിൽ ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ജനങ്ങൾക്കായി നിരന്തരമായി പരിഹാരം കാണണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഒരു പൈസ പോലും ഫൈൻ ഈടാക്കാൻ പാടില്ല എന്ന് കട്ടപ്പനയിൽ കൂടിയ യോഗത്തിൽ ഉൾപ്പെടെ ഈ ജില്ലയുടെ എല്ലാ ഭാഗത്തും അദ്ദേഹം പ്രസംഗിച്ചതാണ്. അതാണ് UDFന്റെ നിലപാട്, അതാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പൊ ആ നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സമരരംഗത്തിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. രാജൻ കാലാച്ചിറ അധ്യക്ഷനായിരുന്നു. ഷൈനി സണ്ണി, KA മാത്യു, വിനോദ് നെല്ലിക്കൽ, സണ്ണി ചെറിയാൻ, സേവ്യർ പാണാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജോസ് ആനക്കലിൽ അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സിച്ചു ചക്കുംപൂട്ടിൽ, രാധാകൃഷ്ണൻ നായർ, പൊന്നപ്പൻ അഞ്ചപ്ര, ശ്രീകാന്ത് MS തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, മലയോര ജില്ലയിൽ അനുവദിക്കപ്പെട്ടേക്കുന്ന പട്ടയങ്ങൾ ഇത് ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊള്ള നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഒരു നിയമം, ഒരു ചട്ടം ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് എന്ത് വില കൊടുത്തും തടയാൻ വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് തെരുവോരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാഴവരിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും അതുപോലെ വാസഗൃഹങ്ങൾക്കും എന്നുള്ള ആ സെന്റൻസിന്റെ കൂടെ മറ്റ് ഇതര ആവശ്യങ്ങൾക്കും എന്ന് ഒരേ ഒരു സെന്റൻസ് എഴുതി ചേർത്താൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനമായി തീരും. അവരുടെ ദുസ്സഹമായ ജീവിതത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവന്ന് ഈ ഭേദഗതി നടപ്പാകുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതികഠിനമായ ജീവിത ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വാർഡ് പ്രസിഡന്റ് ജെയിംസ് ഏത്തക്കാട്ട് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ ജെസി ബെന്നി, ഷാജി ഒലിക്കൽ, അരുൺകുമാർ കാപ്പുകാട്ടിൽ, റജി പരത്തിക്കുന്നേൽ, ജോയി പടിഞ്ഞാറേ വിരിപ്പിൽ, റോയ് നെടുനിലാത്ത തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടിയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. 3-ാം വാർഡ് പ്രസിഡന്റ് റോയ് ഇഞ്ചനാട്ട് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ഭയങ്കരമായി പിടിച്ചുപറിയാണ്. ഉദ്യോഗസ്ഥ അഴിമതിക്ക് കളവെടുക്കുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്നതാണ്. കാരണം നമ്മുടെ ഓരോ ബിൽഡിങ്ങുകളും നമ്മൾ പണിയെടുത്ത നമ്മൾ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെല്ലാം പിഴ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഇവിടെ കൗൺസിലർമാർ ഉൾക്കൊണ്ട് നമ്മൾ ഒരു വീട് പണിയണമെങ്കിൽ പ്ലാൻ വരച്ച് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്ത് അതിനാവശ്യമായ ഫീസ് അടച്ചതിന് ശേഷമാണ് നമുക്ക് വീട് പണിയാൻ സാധിക്കുന്നത്. ആ വീട് പണി തീർന്നാൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി റവന്യൂ ടാക്സ് അടയ്ക്കണം. ആ റവന്യൂ ടാക്സ് അടച്ചിട്ട് മുനിസിപ്പാലിറ്റി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പണിത കെട്ടിടത്തിന് കര നിശ്ചയിക്കും. ആ കരം അടച്ചു കഴിയുമ്പോഴാണ് വീട് നമ്മുടെ പേരിലേക്ക് ആവുന്നത്. ആ കരം ഓരോ വർഷവും അടയ്ക്കേണ്ടതാണ്. അപ്പോൾ പെർമിറ്റ് എടുത്ത് റവന്യൂ ടാക്സും ക്ഷേമനിധിയും കരവും അടച്ച് നമ്മുടെ കൈവശിരിക്കുന്ന ബിൽഡിങ്ങുകൾ ഓരോ വർഷവും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കരമടച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകൾ അതെല്ലാം അനധികൃതമാണെന്നും വീണ്ടും അതിനെല്ലാം പിഴയടയ്ക്കണമെന്നുള്ള ആ കിരാതമായ നിയമം അത് പിൻവലിക്കണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ പ്രതിഷേധിച്ച് കട്ടപ്പന പാറക്കടവിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കുഞ്ഞുമോൻ പുല്ലാന്തനാൽ അധ്യക്ഷനായിരുന്നു. ജോയി ആനത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ഇത് കട്ടപ്പനയിലെ ഹൈറേഞ്ച് മേഖലയിലെ ഇതിപ്പോൾ പറയുന്നത് ഇതിപ്പോൾ നമ്മുടെ ഹൈറേഞ്ചിലെ 4 നിയോജകമണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കുന്നത്. ഇത് കേരളത്തിൽ മുഴുവൻ വന്ന് ഈ നിയമം. പക്ഷേ ഹൈറേഞ്ചുകാരന് വേണ്ടി ഇടുക്കിയിലെ 4 നിയോജക മണ്ഡലങ്ങളിലേക്ക് ഇത് ചുരുക്കുകയാണ്. ദ്വീപുകളവും പീരുമേടും ഇടുക്കിയും ഉടുമ്പൻചോലയുമാക്കി ഇത് തുരുത്തിക്കൊണ്ട് ഇവിടുന്ന് ജനങ്ങളെ ഇറക്കി വിടാനുള്ള ഈ ഗൂഢശ്രമത്തിനെതിരെ ശക്തമായ നേതൃത്വം കൊടുക്കാനായിട്ട് വലിയ ബഹുജന മുന്നേറ്റം ഉണ്ടാകുവാനായിട്ട് നമുക്ക് കഴിയണം.
PS മേരിദാസൻ, ജോസഫ് പുത്തൻപുരയ്ക്കൽ, MV കുര്യൻ, ഫ്രാൻസിസ് പനംതോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. ഭൂനിയമ ചട്ട ഭേദഗതിയുടെ മറവിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നഗരസഭയിലെ 24, 25, 26 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വള്ളക്കടവിലും ഭൂനിയമ ചട്ട ഭേദഗതി ബില്ലിന്റെ കോപ്പികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഷാജി വെള്ളമാക്കൽ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി KJ വിന്നി ഉദ്ഘാടനം ചെയ്തു. കത്തട്ടങ്ങനെ കത്തട്ടെ, ഇടതന്മാരുടെ തട്ടിപ്പ്, കത്തി തീരട്ടെ, തട്ടിപ്പാണേ, ഇടതന്മാരുടെ ഭേദഗതി നിയമം, തട്ടിപ്പാണേ ഈ ചട്ടം. മനോജ് മുരളി, സാബു കുര്യൻ, രാജു കാരിമറ്റം, സജി കോലോത്ത്, രാജേഷ് കടമാക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. കുമളിയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ ചട്ട ഭേദഗതി ബിൽ കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. അമരാവതിയിൽ DCC അംഗം സന്തോഷ് പണിക്കരും, രണ്ടാം മൈലിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് MM വർഗീസും, നൂലാംപാറയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KV ജോസഫും, ഒന്നാം മൈലിൽ INTUC ജില്ലാ സെക്രട്ടറി ബിജു ദാനിയേലും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളും അപേക്ഷാ ഫീസും പിഴയും ചുമത്തി ക്രമവൽക്കരിക്കണമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനാണെന്നും ജില്ലയിലെ നിലവിലെ പ്രശ്നങ്ങളായ നിർമ്മാണ നിരോധനവും പട്ടയപ്രശ്നവും പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഇല്ലാതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് പറയുന്ന ഇടതു സർക്കാരും മുന്നണിയും ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലേക്ക് പുതിയ ഈ ചട്ടവും നിയമവും കൊണ്ടുവരുന്നു. അതിനെതിരെ പ്രതികരിക്കുവാൻ, ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ഈ ജില്ലയിലെ മുഴുവൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ആ ചട്ടവും നിയമവും പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വിവിധ വാർഡുകളിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടികൾക്ക് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി VJ ജോർജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സനു പുതുപ്പറമ്പിൽ, വാർഡ് പ്രസിഡന്റുമാരായ ഷിബിൻ ഷാജി, ടോമിച്ചൻ പുളിക്കച്ചാലി, ആന്റണി, ജോർജ് തോമസ്, ആലക്കാപ്പറമ്പിൽ, ജോമോൻ ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭൂനിയമ ചട്ട ഭേദഗതി യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിനന്ദനം അർപ്പിച്ച് LDFന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഭേദഗതി ബില്ലിനെതിരായി നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറിയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് LDF സർക്കാർ ഭൂനിയമ ചട്ട ഭേദഗതി നടപ്പിലാക്കിയത്. ഇതിൽ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് അടിസ്ഥാനത്തിൽ അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. വണ്ടൻമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ചക്കുവള്ളം, വണ്ടൻമേട്, അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ 50 വാർഡുകളിലും അഭിവാദ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ചക്കുവള്ളം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നടന്ന പരിപാടി CPM ഏരിയ സെക്രട്ടറി TS BC ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിൽ നടന്ന പരിപാടികളിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തു. ഭൂനിയമ ചട്ട ഭേദഗതിക്കെതിരെ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDF ഇതിൽ നിന്നും പിന്തിരിയണമെന്നും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു. 3000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചതുരശ്ര അടി താഴെയുള്ള കെട്ടിടങ്ങൾക്കൊന്നും പ്രത്യേകമായിട്ടുള്ള കോമ്പൗണ്ടിംഗ് ഫീസ് ഈടാക്കുന്നതല്ല. അതിന് മുകളിലുള്ള 3000-ന് മുകളിലുള്ള വൻകിട നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് ആ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ വിസ്തീർണം എത്രയാണോ അതിന് മാത്രമായിട്ടായിരിക്കും ടാക്സ് ഈടാക്കുക എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസും UDFും ചില വ്യാപാര സംഘടനകളും ചില നിക്ഷിപ്ത താല്പര്യക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ കള്ളപ്രചാരണങ്ങൾ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടിയിൽ സതീഷ് ചന്ദ്രൻ, ജോസ് ആൻസൺ പുതുമന, കുസുമം സതീഷ്, ഷെല്ലി തോമസ്, സജിതാഭായ്, യേശുരാജ്, വിജയരാജപ്പൻ, മെറീന ജോൺ, KM സുരേന്ദ്രൻ, MT ബാബു, KT ഭാസി, P ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂനിയമ ചട്ട ഭേദഗതിയിലെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. സേനാപതി വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലേച്ചമണ്ണാറിൽ നടന്ന കുടുംബ സദസ്സ് ജില്ലാ കമ്മിറ്റി അംഗം VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ തള്ളിക്കളയുക, UDF കപട പരിസ്ഥിതിവാദികളുടെ അരാഷ്ട്രീയ കൂട്ടുകെട്ട് തിരിച്ചറിയുക, LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ജില്ലയിലെ 907 വാർഡ് കേന്ദ്രങ്ങളിലും കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു വരുന്നത്.
ഇതിന്റെ ഭാഗമായി CPM വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലേച്ചുമണ്ണാറിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ സംയുക്തമായിട്ടാണ് കുടുംബ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം VN മോഹനൻ കുടുംബ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് എത്തിയതോടുകൂടിയാണ് പാർട്ടി ഈ രൂപത്തിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം അതീവ ഗൗരവതരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വലിയ തോതിലുള്ള വിലവർദ്ധനവ്, രാജ്യത്ത് മതനിരപേക്ഷത തകർക്കുന്ന BJP ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഏറ്റവും വ്യക്തിഗത രൂപത്തിലുള്ള ഹിന്ദുത്വ അജണ്ട രാജ്യം നടപ്പിലാക്കുന്ന ആ സമീപനം, നമ്മുടെ രാജ്യത്ത് മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം, നമ്മുടെ രാജ്യത്ത് ദളിത് വിഭാഗങ്ങൾ വലിയ തോതിൽ കടന്നാക്രമിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സ്ത്രീകൾക്കെതിരെ വലിയ തോതിൽ ആക്രമണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. നമ്മുടെ രാജ്യത്ത് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ പൊതുവായ മുഴുവൻ സ്വത്തുക്കളും രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് പേരെഴുതി ഈ രാജ്യത്തെ ഭിന്നഭിന്നമാക്കുന്ന നയസമീപനങ്ങളുമായിട്ടാണ് രാജ്യത്തെ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. രാജ്യത്ത് അധികാരത്തിലേക്കുന്ന BJP ഗവൺമെന്റിന്റെ ജനവിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള നടപടികൾക്കെതിരെ രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് നടക്കുന്ന വേളയിലാണ് ഈ യോഗം സംഘടിപ്പിക്കുന്നത് എന്നതും വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. ജില്ലാ കമ്മിറ്റി അംഗം തിലോത്തമ സോമൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ജോണി, DYFI ശാന്തൻപാറ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അരുൺ അശോകൻ, വാർഡ് സെക്രട്ടറിമാരായ PS സുനിൽകുമാർ, സിജു കെ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം ലഭ്യമാക്കുന്നതിന് ഇടപെടുമെന്ന യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ. യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ വിവിധ പദ്ധതികളും ലഹരിക്കെതിരായി യുവജനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ക്യാമ്പയിനുകളും നടപ്പിലാക്കി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അദാലത്തിൽ 21 പരാതികളാണ് പരിഗണിച്ചത്. 11 പരാതികൾ പരിഹരിച്ചു. 10 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതുതായി 4 പരാതികൾ ലഭിച്ചു. ജോലിയിൽ നിന്ന് അന്യായമായി പിരിച്ചുവിട്ടത്, വിദേശ തൊഴിൽ തട്ടിപ്പ്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ, ഭൂമി തരംമാറ്റൽ, വിദ്യാഭ്യാസ ലോൺ, സ്വകാര്യ സ്ഥാപനത്തിലെ ശമ്പളം തടഞ്ഞുവെക്കൽ, MG സർവകലാശാല ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഗാർഹിക പീഡനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലാണ് പരാതികൾ ലഭിച്ചത്. ഇതിൽ പോലീസ് കേസെടുക്കേണ്ട പരാതികൾ പോലീസിന് കൈമാറി. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M ഷാജറിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ജില്ലാ അദാലത്തിൽ കമ്മീഷൻ അംഗം വിജിത PC, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ K ജയകുമാർ, അസിസ്റ്റന്റ് ഓഫീസർ അഭിഷേക് P എന്നിവരും പരാതികൾ കേട്ടു. പീരുമേട് IHRD സ്കൂളിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടത്തിൽ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാർ ഓടിച്ചിരുന്ന എരുമേലി കണ്ണിമല പുതിയ പറമ്പിൽ സണ്ണി തോമസിനെ നിസ്സാര പരിക്കുകളോടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുമളിയിൽ നിന്ന് എരുമേലിക്ക് പോകുന്ന വഴിക്ക് പീരുമേട് IHRD സ്കൂൾ വെയിറ്റിംഗ് ഷെഡിന് സമീപമാണ് അപകടം സംഭവിച്ചത്. നിയന്ത്രണം നഷ്ടമായ കാർ തലകീഴായി തോട്ടിലേക്ക് മറിയുകയായിരുന്നു. തുടർന്ന് പീരുമേട് അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തി കാറിൽ കുടുങ്ങിക്കിടന്ന സണ്ണിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പീരുമേട് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P ബിനുകുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PS സനൽ, PK സന്തോഷ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആനന്ദ്, അരുൺകുമാർ, അൻഷാദ്, സുമേഷ്, ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 15-ാം വാർഡ് മക്കുവള്ളിയിൽ ട്രാൻസ്ഫോമറിന്റെ സംരക്ഷണ വീതിയില്ലാത്തത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന കടന്നുപോകുന്ന വഴിയരികിലുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റുവേലി സ്ഥാപിക്കാൻ KSEB തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2022 ആദ്യമായി മക്കുവള്ളിയിൽ വൈദ്യുതി എത്തുന്നത്. ഉദ്ഘാടന സമയത്ത് MM മണി ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ 3 വർഷം പിന്നിട്ടിട്ടും സുരക്ഷാവേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 2022 ആണ്ടിൽ ഞങ്ങളുടെ ചിരകാല സ്വപ്നമായിട്ട് അനുവദിച്ച് കിട്ടിയ ഒരു ഇതാണ് വൈദ്യുതി. ആ വൈദ്യുതിക്ക് അന്ന് മണിയാശാൻ പറഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് ഇതിന് ചുറ്റുവേലി നിർമ്മിക്കണമെന്ന്. പക്ഷെ നാളിതുവരെയായിട്ടും അതിനൊരു ചുറ്റുവേലി നിർമ്മിക്കുവാൻ വൈദ്യുത മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരുടെ ഭാഗത്തു നിന്നോ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിരവധിയായിട്ടുള്ള കുട്ടികളും മറ്റ് മൃഗങ്ങളും ഒക്കെ, വളർത്തു മൃഗങ്ങളൊക്കെ, നിരവധിയായിട്ടുള്ള വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് അവിടെ. ഇതിന് അത്യാവശ്യമായിട്ടും ചുറ്റുവേലി നിർമ്മിക്കേണ്ടതാണ്.
സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ദിവസേന കടന്നുപോകുന്ന പാതയോരത്താണ് സുരക്ഷാവേലിയില്ലാത്ത ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളും ഇവിടെ എത്താറുണ്ട്. അടിയന്തരമായി ട്രാൻസ്ഫോമറിന് ചുറ്റും സുരക്ഷാവേലി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദക്ഷിണ കേരള ലിജനത്തുൽ മുഅല്ലിമീൻ പെരിയാർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ നബിയെ അറിയുക എന്ന വിഷയത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുവാനും കരുണ കാണിക്കുവാനും ഇസ്ലാം മത വിശ്വാസികൾ കാണിക്കുന്ന സമീപനം ഏറെ പ്രശംസനീയമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രായോഗിക തലത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ലളിതമായി മുഹമ്മദ് നബിയുടെ ജീവചരിത്രവും അദ്ദേഹം അനുശാസിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും അത് ഏറ്റവും വലിയ തരത്തിൽ ഭാഗമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് അതാണ് ഈ വിശ്വാസധാരയെ ഏറ്റവും പ്രചാരത്തിലെത്തിച്ചതും അതിൻ്റെതായ സ്വീകാര്യതയും അതിൻ്റെതായ പ്രചരണപരമായ കാര്യങ്ങൾക്കെല്ലാം വലിയ വിജയപ്രാപ്തിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവരെ സഹജീവികളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അവരുടെ ജീവിതത്തെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും സമൂഹത്തെ അതിലൂടെ മുന്നോട്ട് നയിക്കുവാനും ഒക്കെയായിട്ടുള്ള ഏറ്റവും പ്രസക്തമായ മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ ലോക ജനതയ്ക്ക് പകർന്നു നൽകാൻ ഈ മതവിഭാഗത്തെ ഏറ്റവും കൂടുതലായി മുന്നോട്ട് നയിച്ചത് പ്രവാചക നബിയുടെ ആ ഒരു വലിയ സ്വാധീനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. DKLM പെരിയാർ മേഖലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ഫലാഹി അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം മണക്കാട് വലിയപള്ളി ചീഫ് ഇമാം EP അബൂബക്കർ മൗലവി അൽ ഖാസ്മി നബിയെ അറിയുക എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. എത്രയെത്ര പേര് റസൂലുള്ളയെ വേദനിപ്പിച്ചവര്, ആക്ഷേപിച്ചവര്, അധിക്ഷേപിച്ചവര്, അടിച്ചോടിച്ചവര്, പട്ടിണിക്കിട്ടവര് അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നപ്പോ അള്ളാന്റെ റസൂല് ആ ശത്രുക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചില്ലേ? അവർക്കെതിരെ പ്രാർത്ഥിക്കാതെ, അവരെ ശപിക്കാതെ, അവരെ അട്ടിപ്പായിക്കാതെ, അവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ, പ്രാർത്ഥിച്ചില്ലേ? അല്ലാഹുമ്മ ഹ്ദി ഹാദൽ ഖൗം അറിവില്ലാത്തവരാണ് നാഥ, വിവരമില്ലാത്തവരാണ് നാഥ, അവർക്ക് നീ സന്മാർഗം കാട്ടിക്കൊടുക്കണേ നാഥ. അങ്ങനെ ശത്രുക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തവരുടെ നെറുകയിൽ ചുംബിച്ച പ്രവാചകനെ കുറിച്ച് ലോകത്ത് എന്ത് പേരാണ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക? അതാണ് കവി ചോദിക്കുന്നത്. ഉസേ ഔർ ക്യാ നാമേ ദേഗാ സമാനാ और रहमत नहीं है तो फिर और क्या है. മുഹമ്മദ് റിയാസ് മൗലവി മന്നാനി, VH മുഹമ്മദ് ഷാ മൗലവി ബാക്കവി, അബ്ദുൽ സലാം മൗലവി നജ്മി, TH തമ്പിറാവുത്തർ, നൌഷാദ് വാരിക്കാട്ട, KC അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന കേരളോത്സവം ലബക്കടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം 4 ദിവസങ്ങളിലായാണ് നടക്കുക. ലബക്കട, സ്വരാജ്, പെരിയോങ്കവല, പാമ്പാടിക്കുഴി എന്നീ കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലബക്കട JPM കോളേജ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത്. 2ാം ദിവസമായി ബുധനാഴ്ച മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. വ്യാഴാഴ്ച പാമ്പാടിക്കുഴിയിൽ വോളിബോൾ ടൂർണമെന്റ് നടക്കും. വെള്ളിയാഴ്ച സ്വരാജ് സയൻസ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വടംവലി മത്സരവും കബഡി മത്സരവും ബാഡ്മിന്റൺ മത്സരവും സംഘടിപ്പിക്കും. ശനിയാഴ്ച JPM കോളേജ് ഗ്രൗണ്ടിൽ അത്ലറ്റിക്, പഞ്ചുകുസ്തി, ചെസ് എന്നീ മത്സരങ്ങളും നടക്കും. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ആദ്യമായി തന്നെയാണ് ഒരു കേരളോത്സവം ഇതുപോലെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. കലാ കായിക സൗഹൃദ കാഞ്ചിയാർ എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തോടുകൂടിയാണ് ഈ വർഷം നമ്മുടെ കേരളോത്സവം സമാരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കമ്പിളി പുതുപ്പ് വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്തിലെ ഓരോ വാർഡുകളിൽ നിന്നും അപേക്ഷകൾ നൽകി തിരഞ്ഞെടുത്ത വയോജനങ്ങൾക്കാണ് ഗുണമേന്മയുള്ള കമ്പിളി പുതുപ്പുകൾ വിതരണം ചെയ്തത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് പദ്ധതി നടപ്പാക്കുന്നത്. കമ്പിളി പുതുപ്പുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ നിർവഹിച്ചു. 3 ലക്ഷം രൂപയാണ് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചിരുന്ന ഫണ്ട്. ഒരു വാർഡിൽ 34 പേർക്ക് വെച്ച് 13 വാർഡിലായിട്ട് 444 കമ്പിളിയാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലും ഏറ്റെടുത്ത ഒരു പദ്ധതിയാണ്. തുടർന്ന് വയോജനങ്ങൾക്കുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഈ പദ്ധതിയുടെ നിർവഹണം ഇന്ന് നടത്തപ്പെടുകയാണ്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാലായിൽ, സിജി കൊച്ചുമോൻ, മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പ്രൊജക്ട് ഓഫീസർമാർ, ആശാവർക്കർമാർ, അംഗനവാടി വർക്കേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചേർ ഗ്രാമപഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് കമ്പിളി പുതുപ്പുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കമ്പിളി പുതുപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള 600ഓളം വയോജനങ്ങൾക്കാണ് കമ്പിളി പുതുപ്പുകൾ വിതരണം ചെയ്തത്. കമ്പിളി പുതുപ്പുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പെട്ടെന്ന് ചെല്ലാനോ അല്ലെങ്കിൽ നോക്കാനോ സാഹചര്യം ഇല്ലാത്ത സമയത്താണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്കില്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ ഷുഗറൊക്കെ നോക്കി പെട്ടെന്ന് നമുക്ക് എന്താ വേണ്ട ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉപകരണങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് ഈ വർഷവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വയോജനങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തുക, അവരെ സംരക്ഷിക്കുക, ആ ഒരു കടമ ഇനി അംഗൻവാടികളിലൂടെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. 700ഓളം രൂപ വില വരുന്ന കമ്പിളി പുതുപ്പുകളാണ് വിതരണം ചെയ്തത്. ഓരോ വാർഡുകളിലെയും അർഹരായ ആളുകളെ കണ്ടെത്തിയാണ് കമ്പിളി പുതുപ്പുകൾ നൽകിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, അങ്കണവാടി പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉപ്പുതറയിൽ നടന്നു. അയ്യപ്പൊങ്കോവിൽ ഭഗവത് ഋഷി വിജയൻ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വേദങ്ങളുടെ സാരാംശവും പുരാണങ്ങളുടെ ഗുണങ്ങളും ആചാരക്രമങ്ങളുടെയും പൊരുൾ വെളിച്ചത്തു കൊണ്ടുവരികയും മനുഷ്യജീവിതം സുഖപ്രദവും ആനന്ദകരവുമാക്കുന്നതിന് സാമൂഹിക പരിഷ്കർത്താക്കളും പൗരാണികരും ആചാര്യന്മാരും ചേർന്ന് രൂപം നൽകിയ സംഘടനയാണ് ആദിത്യ ആത്മീയ വിദ്യാപീഠം ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നത്. പരിപാടിയിൽ വിജയൻ സ്വാമികൾ, ഫാദർ ജോയ് നിരപ്പിൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കലിയുഗത്തില് എല്ലാവർക്കും സുഖം കുറവാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ പരിഹാരമായി ഇപ്പോൾ നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ട്രസ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ഏറെക്കുറെ ഒരു 30 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പം വളരെ ഒരു വലിയ ത്വരയോടുകൂടി തന്നെ ഇവിടെ അവതരിപ്പിച്ചത്. കാരണം ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശുഷ്കാന്തി, ആലസ്യം ഹി മനുഷ്യാണാം ശരീരത്വ മഹാരിപോ നാസ്തിത്വം അസതോ ബന്ധു ത്വം കൃത്വ ഏവജ. അലസതയില്ലാതെ ഒരു 30 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു വേദിയിൽ അധ്യക്ഷനായിട്ട് ഇരുന്നത് എന്ന് വേണമെങ്കിൽ എനിക്ക് തന്നെയായിട്ട് പറയാം. കാരണം അത്രയ്ക്കും ബന്ധമുണ്ട് അല്ലേ. പരിപാടിയിൽ KK സുരേന്ദ്രൻ, PV മനോജ്, അഡ്വക്കേറ്റ് നിഷാമോൾ KG, ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വെങ്ങവേലിയിൽ, PG പ്രസാദ് പുളിക്കൽ, പ്രസന്ന രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് അതിഥിയായി നീലക്കുറിഞ്ഞി വിരുന്നെത്തി. മൂന്നാർ ദേവികുളം സ്വദേശി ജോർജിന്റെ വീട്ടിലെ ചെടിയിലാണ് പൂക്കൾ വിരിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടി മുഴുവൻ പൂക്കൾ വിരിയുമെന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ. കഴിഞ്ഞ 5-ാം തീയതിയാണ് ജോർജ് വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന നീലക്കുറിഞ്ഞി ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയത്. നിലവിൽ നിരവധി പൂക്കളുണ്ട്. ഒക്ടോബർ ആദ്യ വാരത്തോടെ ചെടി നിറയെ പൂക്കൾ വിരിയും. ഇരുപത് വർഷത്തോളമായി വീട്ടുടമസ്ഥർ ചെടി പരിപാലിക്കുന്നുണ്ട്. 2014 പൂക്കൾ വിരിഞ്ഞിരുന്നു. ഇത് 2014 ഒരു പ്രാവശ്യം പൂത്തതാണ്. അന്ന് ചെറിയ ചെടിയായിരുന്നേ. ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 5-8 വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് പൂക്കുന്നത്. കഴിഞ്ഞ 5-ാം തീയതി പൂത്തതാണ്.
ഇനി ഒക്ടോബർ ആകുമ്പോൾ ഇത് ഫുള്ളായിട്ട് പൂക്കുമെന്ന് പ്രതീക്ഷിക്കണം. 2018 മൂന്നാറിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂവിട്ടത്. എന്നാൽ പ്രളയകാലം കാഴ്ചകളെ നഷ്ടപ്പെടുത്തി. പിന്നീട് വിവിധ വർഷങ്ങളിൽ പല സ്ഥലങ്ങളിലായി പൂക്കൾ വിരിഞ്ഞിരുന്നു. ഇത്തവണയും വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വിവാഹം എന്നത് ആഡംബരത്തിന്റെ പര്യായമാണ് ഇന്ന്. ലക്ഷങ്ങൾ മുടക്കിയ ആർഭാടങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് മിക്ക വിവാഹങ്ങളും നടക്കുന്നത്. എന്നാൽ മകൾ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ ഒരു നിർധന കുടുംബത്തിന്റെ സന്തോഷത്തിന് കാരണക്കാരായിരിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു കുടുംബം. വിവാഹ ചെലവുകൾ കുറച്ച് ആ പണം ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു നൽകിയ നല്ല വിശേഷങ്ങളാണ് ഇനി. നെടുങ്കണ്ടം വൈപ്പേൽ അശോകൻ ബിജി ദമ്പതികളാണ് മകൾ അമൃതയുടെ വിവാഹത്തിനായി കരുതിയ പണം നിർധന കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകിയത്. മകളുടെ വിവാഹം ആഡംബരരഹിതമായി നടത്താൻ അശോകനും ബിജിയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. തുടർന്നാണ് വിവാഹത്തിനായി മാറ്റിവെച്ച 5 ലക്ഷം രൂപ SNDP നെടുങ്കണ്ടം ശാഖയിൽ ഏൽപ്പിച്ചത്. നമ്മൾ അത് SNDP ആയിട്ട് നെടുങ്കണ്ടം SNDP ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ തീരുമാനപ്രകാരം ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പറഞ്ഞു. അവർ കണ്ടുപിടിച്ചിട്ട് 2 പേരുടെ ഇത് തന്നു. അതിലൊരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. സെലക്ട് ചെയ്ത് അവർക്ക് വെച്ച് കൊടുത്തു. SNDP ആണ് നേതൃത്വം എല്ലാം കൊടുത്തത്. ഫണ്ട് ഞാൻ അവർക്ക് കൊടുത്തത്. അപ്പം ഞാനത് തീരുമാനം എടുത്ത് പറഞ്ഞപ്പോൾ വിവാഹത്തിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത്. വിവാഹത്തിനല്ല 2 മാസം മുമ്പ്. അപ്പോൾ വിവാഹ സമയം ആകുമ്പോൾ അന്നേരം തന്നെ താക്കോൽ കൊടുക്കാൻ നിലയിൽ അവർ പണി തീർക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പണി തീർത്ത് ഞങ്ങളിവിടെ വിവാഹം നടത്തി അവരോട് കാര്യമാക്കി. ശാഖ നേതൃത്വം കട്ടക്കാല സ്വദേശിയായ വീട്ടമ്മയും 3 പെൺമക്കളും അടങ്ങുന്ന ഭവനരഹിതരായ കുടുംബത്തെ ഗുണഭോക്താവായി കണ്ടെത്തി വീടുപണി ആരംഭിച്ചു. ശാഖ അംഗങ്ങൾ തങ്ങളുടെ വിഹിതം അധ്വാനമായും സംഭാവന ചെയ്തു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് 61 ദിവസം കൊണ്ട് വീട് പണി പൂർത്തിയായി. കുഞ്ചിത്തണ്ണി സ്വദേശി അനന്തൂരാജൻ അമൃതയുടെ കഴുത്തിൽ താലി ചാർത്തിയ ദിവസം തന്നെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനവും നടന്നു. ഗൃഹപ്രവേശന ചടങ്ങിൽ SNDP യൂണിയൻ ഭാരവാഹികൾ, ശാഖാ ഭരണസമിതി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ, കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഭദ്രദീപം തെളിയിച്ച വീട് കൈമാറി. അശോകൻ ബിജി ദമ്പതികളുടെ തീരുമാനമറിഞ്ഞ് സമാനമായ രീതിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി 3 പേർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് SNDP ഭാരവാഹികൾ പറഞ്ഞു. നെടുങ്കണ്ടം ശാഖയിലെ ഒരു കുടുംബാംഗമായ അശോകൻ വൈപ്പലിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിലെ ചെലവുകൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ തന്നെ ചെലവുകൾ കുറച്ചുകൊണ്ട് ആ സമ്പത്ത് ഒരു നിർധന കുടുംബത്തിനെ സഹായിക്കുന്ന ലക്ഷ്യത്തിൽ ഇത് ശാഖായോഗത്തെ ഏൽപ്പിക്കുകയും ഏതാണ്ട് 5 ലക്ഷം രൂപ മുടക്കി കട്ടക്കാലയിൽ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ നെടുങ്കണ്ടം ശാഖാ യോഗം നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കൊരു മകൻ കൂടെയാണുള്ളത്, ആ മകൻ്റെ വിവാഹത്തിനും ഞാൻ ഒരു ഭവനോട് നിർമ്മിക്കാനുള്ള പണവും തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിന്താഗതി സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടായാൽ ഏറ്റവും നല്ലതാണ്. വലിയ ആർഭാടപരമായ വിവാഹങ്ങൾ നടത്തി ഒട്ടേറെ കുടുംബങ്ങൾ ഇന്ന് കടക്കണിയിലാകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു മറ്റൊരാൾക്കൊരു സഹായമായി മാറാൻ വേണ്ടിയുള്ള ചിന്താഗതി ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നും അതോടൊപ്പം തന്നെ നെടുങ്കണ്ടം ശാഖായോഗം മൈൻഡ് സിറ്റി മേഖലയിൽ അടുത്തൊരു നിർധന കുടുംബത്തിലൂടെ വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചാരിറ്റിയുടെ ഒരു നിറവിലാണ് നെടുങ്കണ്ടം യൂണിയനും നെടുങ്കണ്ടം ശാഖയും SNDP യോഗവും ഇന്ന് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത്. ആ ചാരിറ്റി നാളുകളിലും ഒട്ടേറെ കുടുംബങ്ങളിലേക്ക് എത്തും എന്ന് മാത്രം പ്രഖ്യാപിച്ചു. വിവാഹങ്ങൾ അത്യാഡംബരപൂർവ്വം നടത്തുന്ന കാലഘട്ടത്തിൽ നിർധന കുടുംബത്തിന് തലചായ്ക്കാൻ ഇടമൊരുക്കിയ ഈ ദമ്പതികൾ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 323. വിൽപ്പനയ്ക്ക് വന്നത് 85,887. വിൽപ്പന നടന്നത് 83,083. കൂടിയ വില 3,407. ശരാശരി വില 2,561. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 675 രൂപ. ഏലം കൂടിയ വില 2,500. ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 440. ഗ്രാമ്പു 310. കൊക്കോ 80. റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 10,260 രൂപ. വെള്ളി 144. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK സ്പൈസസ്, KCB ജംഗ്ഷൻ, കട്ടപ്പന. നിജാബ് സ്പൈസസ്, മാർക്കറ്റ് റോഡ്, കട്ടപ്പന. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിലെ കർഷകരെ ദുരിതത്തിലാക്കി തെങ്ങുകളിൽ വ്യാപക കീടബാധ. തെങ്ങുകൾ കൂടുതലായും കീടബാധയേറ്റ് നശിച്ചിരിക്കുന്നത് കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളിൽ. വിഷയത്തിൽ കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ BMS സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ പദയാത്ര നടത്തും. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 17 ദേശീയ തൊഴിലാളി ദിനത്തിൽ കട്ടപ്പന നഗരസഭയിൽ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും. പാറക്കടവിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ അംഗീകാരം നൽകിയ കരട് ബില്ല് മലയോര മേഖലയ്ക്ക് ആശ്വാസമെന്ന് കേരള കർഷക സംഘം. ഡീൻ കുര്യാക്കോസ് MP കേന്ദ്ര വന നിയമം പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നേതാക്കൾ. ഭൂനിയമ ചട്ടഭേദഗതിയിൽ വാദപ്രതിവാദങ്ങളുമായി ജില്ലയിലെ LDF UDF നേതൃത്വങ്ങൾ. ചട്ടഭേദഗതിയുടെ ബില്ല് കത്തിച്ച് UDF ജില്ലയിലുടനീളം പ്രതിഷേധിച്ചു. ചട്ടഭേദഗതി യാഥാർത്ഥ്യമാക്കിയ സർക്കാരിനെ അഭിനന്ദിച്ച് LDFന്റെ അഭിവാദ്യ സദസ്സുകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.